ഞങ്ങൾ ഗുരുവായൂരേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളൊരു ഉച്ചയായപ്പോഴാണ് ഇറങ്ങിയത്. ഞങ്ങൾ ഉച്ചയായപ്പം നാളെ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണെങ്കിൽ ഞങ്ങൾ 25-ാം തീയതി 26-ാം തീയതിയാണ് വെഡ്ഡിങ് ആനിവേഴ്സറി. അപ്പോൾ 25-ാം തീയതി ഞങ്ങൾ ഗുരുവായൂരേക്ക് പോയി. ഞങ്ങൾ അവിടെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. റൂമൊക്കെ എടുത്ത് നന്ദനം, ഇവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെയുള്ള നന്ദനം ഹോട്ടലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ പോകുന്ന വഴി ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ പോകുക. അതായത് എല്ലാവരും ചോദിച്ചിരുന്നു കേട്ടോ, ഇതെന്താണ് ഇപ്പോൾ ഇങ്ങനൊരു ചടങ്ങ് നടത്തിയെന്നുള്ളത്. അത് ഞാൻ പറയാം. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അമ്പലത്തിൽ ചെന്നന്ന് ഞങ്ങൾ വൈകുന്നേരം കുളിച്ച് സന്ധ്യയ്ക്ക് തൊഴാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ ചെന്നപ്പോഴത്തേനും അവിടെ ഈ ചടങ്ങിൻ്റെ ഫോർമാലിറ്റീസൊക്കെ ഞങ്ങൾ തിരക്കി. അപ്പോൾ അവർ ഒന്ന് രസീത് എടുത്തിട്ട് രാവിലെ വന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രസീതും കാര്യങ്ങളൊക്കെ എഴുതിച്ച് ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ എന്നോട് കുറേ പേര് ആ സമയത്ത് ചോദിച്ചിരുന്നു. അതായത് ചിലരുടെ ഇത് ഒരുപാട് പൈസ അവിടെ അടയ്ക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെയൊന്നുമില്ല. വെറും നമുക്ക് 750 രൂപയുടെ ചിലവേ ഉള്ളൂ. 750 രൂപയുടെ ഒരു രസീത് എടുക്കണം. അതുമായിട്ട് നമ്മൾ ചെന്നാൽ മതി. ഒരു സാധനങ്ങളും കൊണ്ടുപോകേണ്ട, എല്ലാം അവിടെ തന്നെ ഉണ്ട്. പിന്നെ നമ്മൾ അവർക്ക് എന്തെങ്കിലും ദക്ഷിണ കൊടുത്താൽ അതും കൂടെ കൂട്ടി 1000 രൂപയുടെ ചിലവേ എല്ലാം കൂടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ രസീതും കാര്യങ്ങളൊക്കെ എടുത്ത് അന്ന് തൊഴുത് ഞങ്ങൾ പിന്നെ പെട്ടെന്ന് തന്നെ ഒരു ബ്യൂട്ടീഷ്യനെയൊക്കെ അറേഞ്ച് ചെയ്ത് പിറ്റേ ദിവസം ഒരുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്തു. അപ്പം ശരിക്കും ഞാൻ കാര്യം പറഞ്ഞില്ലല്ലോ. അതായത് എനിക്കെന്ന് വെച്ചാൽ നമ്മൾ കല്യാണം എന്ന് പറയുമ്പോഴത്തേനും ഒരുപാട് ആർഭാടങ്ങൾ, ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങളെപ്പറ്റി ഓരോരോ സങ്കല്പങ്ങളല്ലേ. എന്നെ സംബന്ധിച്ചോളം കല്യാണം എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 കുടുംബങ്ങൾ ജോയിൻ ചെയ്യുന്നൊരു ചടങ്ങാണ് ബേസിക്കലി. അപ്പം നമ്മളെ അനുഗ്രഹിക്കാനും അത് കാണാനും ആഗ്രഹമുള്ളവർ മാത്രം നമ്മുടെ കൂടെ മതി എന്നുള്ളൊരു കൺസെപ്റ്റായിരുന്നു എനിക്ക്. അത് അമ്പുന് മുണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മുണ്ടൊക്കെ വാങ്ങിച്ച് റൂമിലെത്തി കിടന്നു. ഇതാണ് അതിൻ്റെ രസീത് എന്ന് പറയുന്നത്, 750 രൂപയുടെ രസീത്. അപ്പോൾ ഞങ്ങൾ ബ്യൂട്ടീഷ്യൻ രാവിലെ 6:30 ആയപ്പോഴത്തേനും 6:30-7 മണി കണ്ടപ്പം ആ ചേച്ചി റൂമിൽ വന്നിട്ട് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്തു. ലൈറ്റ് മേക്കപ്പാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ പ്രതീക്ഷയെക്കാട്ടി നന്നായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ രാവിലെ അമ്പലത്തിലിട്ടു. അപ്പം നമുക്ക് ടൈം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 6 മണി തൊട്ട് 11 മണി വരെ സമയമുണ്ട്. അപ്പം അധികം തിരക്കില്ലാത്ത ദിവസമാണെങ്കിൽ അവർ നമ്മളോട് ചോദിക്കും, ടൈം നമുക്ക് ചൂസ് ചെയ്യുക, അല്ലെങ്കിൽ അവർ നമുക്കൊരു സമയം തരും. അങ്ങനെ ആ സമയത്ത് നമ്മൾ ഒരുങ്ങി അവിടെ ചെന്നാൽ മതി. ചെന്ന് നമ്മൾ രസീതുമായിട്ട് അവിടെ മണ്ഡപത്തിൽ ചെന്നാൽ മതി. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ അത് അങ്ങനെയാണ് എനിക്കൊരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. അല്ലാതെ എനിക്കിങ്ങനെ ഒരുപാട് ആർപ്പാട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സമയത്ത് അത് നടന്നില്ല. കാരണം നാട്ടിലല്ലേ, അത് നമ്മൾ എന്തെങ്കിലും പോലും പോസിബിൾ അല്ല. എല്ലാവരും നമ്മളെ വിളിക്കുമ്പോൾ നമ്മുടെ കല്യാണവും മറ്റുള്ളവരെ വിളിക്കണം എന്നുള്ളൊരു രീതിയിൽ കൺസെപ്റ്റ് ആയതുകൊണ്ട് അത് അവിടെ പ്രാവർത്തികമായില്ല. അങ്ങനെ ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ ഒന്ന് തൊഴുത് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോന്നു. ഞങ്ങൾ റൂമിൽ വന്നിട്ടാണ് ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഇനി ആനത്താവളത്തിലും കൂടെ ഒന്ന് പോകണം. അപ്പം വീട്ടുകാർ ഇല്ലായിരുന്നു എന്നുള്ളൊരു എനിക്ക് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു. കാരണം ഞാനും കല്യാണം കഴിക്കുന്ന ആളും നമ്മുടെ വീട്ടുകാരും മാത്രമായിട്ടൊരു ചടങ്ങായിരുന്നു എൻ്റെ ഒരു സങ്കല്പം. ഇതിപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. ഇങ്ങനെ നടക്കുമെന്നൊരു ഉറപ്പൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് നമ്മൾ വീട്ടിൽ നിന്നൊന്നും ആരെയും കൊണ്ടുവന്നില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞു. അത്രയേ ഉള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര കംഫർട്ടായിരുന്നു ഈ ഒരു സമയത്ത്. അതേസമയത്ത് എൻ്റെ ശരിക്കും ആ 2012 നടന്ന സമയത്ത് ഈ ആളും ബഹളവും അത് ഇതിൻ്റെ ഇടയ്ക്കൊന്നും ഞാൻ ഒട്ടും കംഫർട്ടല്ല. അതെൻ്റെ വീഡിയോയിൽ എൻ്റെ ഫേസൊക്കെ കാണുമ്പോൾ തന്നെ എല്ലാവർക്കും അത് മനസ്സിലാവും. നമുക്കൊരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ പല പല കാര്യങ്ങൾക്കും. ഞാൻ ഇവിടെയായിരുന്നു കംഫർട്ട്. മറ്റത് നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകൾ പോലും പോരായ്മകളും കുറവുകളും കണ്ടെത്തി പറയുന്നത് നമ്മുടെ ചെവി കൂടി ഇങ്ങനെ കേട്ടുകൊണ്ടാണ് നമ്മൾ ഓരോ മൊമെൻറ്റിലും ഇങ്ങനെ നിന്ന് പോകുന്നത്. ഇവിടെ എന്ന് പറയുമ്പോഴത്തേനും അങ്ങനെയൊന്നും പറയാനും എടുക്കാനും ഒന്നും ആരുമില്ല. നമ്മൾ മാത്രം, നമ്മൾ പരസ്പരം കണ്ട് ഇഷ്ടപ്പെട്ട് സംസാരിച്ച് അവർ തമ്മിൽ ഒരു ചടങ്ങ്. അല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിൽ അഭിപ്രായങ്ങൾ പറയാനോ കുറവുകൾ പറയാനോ ഒന്നും പുറത്തുനിന്നൊരു ആരും ഇല്ലാത്തൊരു കംഫർട്ട് സോൺ ആയിരുന്നു എൻ്റെ ഇവിടുത്തെ ഈ ചടങ്ങെന്ന് പറയുന്നത്.